എന്താ പാറക്കുട്ടി? ഞാൻ അടിച്ചു വരാൻ വന്നതാ. ഞാൻ അടിച്ചു വാരി. സുഖം തന്നെയല്ലേ? അത് പിന്നെ കുഞ്ഞിനെ അറിഞ്ഞൂടെ? അയ്യോ, സിനിമയ്ക്ക് പോയ ഏറാടിയും കുട്ടികളെയും കണ്ടില്ലല്ലോ. അതാണ് അവരെ പോയി കിടക്കുന്നു. ഇതാര്? എന്താ അങ്ങേര് ചുറ്റിക്കളി? ബാത്റൂമിൽ പോണം. ബാത്റൂം. ഞാൻ വെറും മണക്കൂസാണെന്ന് നീ വിചാരിച്ചോ? ഓടുന്ന കോഴിക്ക് ഒരു മുഴം പിമ്പെ എറിയുന്നവനാണ് ഈ സദാശിവൻ. ദാ ഇത് കണ്ടോ, ചൂടുള്ള സായാഹ്ന പത്രത്തിൽ ചൂടുള്ള വാർത്ത. അഞ്ചുവും പവിയും ഒന്നായി. ഞാൻ ഒപ്പിച്ചു. എന്തൊരു ചേർച്ച! ഇതുവരെ എഴുന്നേറ്റില്ലേ? പവി മോളെ എഴുന്നേറ്റ്. ഇനി ലോകത്തൊരു ശക്തിക്ക് നിങ്ങൾ പിരിക്കാനാവില്ല. ഞാനെല്ലാം പരസ്യമാക്കി കഴിഞ്ഞു. ദാ ഇത് നോക്കിയേ, മാല, ബൊക്കെ, വിളക്ക്, എന്റെ വക ഒരു പ്രസന്റേഷൻ. സൂപ്പർ ബ്രെയിൻ എന്ന് പറയുന്ന ഇത്. നീ തമാശക്ക് അടിച്ചാണോ എന്റെ പല്ല്? പോടാ പുല്ലേ, എടുത്തോണ്ട് പോടാ ഇവിടെ ഇവിടുന്ന്. എന്തിന്? ഇവിടെ നമുക്ക് ആള് മാറി. ഇത് 5 കിഞ്ചൊന്നുമല്ല, വേറെ ഏതാ പെണ്ണ? പവിത്ര മുങ്ങി. സദാശിവ, ഞാൻ സെൻട്രൽ ജയിലിലേക്ക് പോവുക. നേരിട്ട് സറണ്ടർ ആയ ശിക്ഷ കുറഞ്ഞിരിക്കും. നീ വാ, ഞാൻ അവിടെ കിടന്നോളാം. സദാശിവ, എനിക്ക് തലകറക്കം പോലെ കഴിച്ചിട്ട് കിടന്നുറങ്ങണം. എങ്ങനെയുണ്ട് ഏറാടി സിനിമ? കലക്കി. എന്ത് കലക്കാൻ? കൂർക്കം വലിച്ച് ഉറങ്ങായിരുന്നില്ലേ? നീ എവിടെ പോന്നു? എന്റെ ഫാൻറ്റും കൊച്ചച്ഛന്റെ കട്ടിലിൽ കിടക്കുക. ഫാൻറ്റോ? ആ, ഞാനേ കിടക്കയുടെ ഇടയിൽ ഫാൻറ്റ് ഒളിപ്പിച്ചു വെച്ചിരിക്കാ. ആ ഫാൻറ്റ് നമ്മുടെ കിടക്കട്ടെ. അതിന്റെ മുകളിൽ വേറൊരു ഫാനും കിടന്നിറങ്ങുണ്ട്. നാളെ എടുക്കേ. എല്ലാരും പോയി കിടന്നിറങ്ങ. പാറക്കുട്ടി, എല്ലാരും താഴെ കിടക്കുന്നത്. പോ. നീ ഇവിടെ പോന്നു. ഞാൻ പോയിട്ട് പറ്റില്ല. നിന്നോടെ കാലെടുത്ത് ഊത്തരണം ഞാൻ പറഞ്ഞിട്ടില്ലേ? ഞാൻ ഇവിടെ നിൽക്കുന്ന ഏറാടി മാമനെ ഇഷ്ടമല്ല. കണ്ട യവനായിട്ടുള്ള സഹവാസവും കൂട്ടുകെട്ടും. എന്താണെന്നറിയോ? അതാണ് അത് പറഞ്ഞു തന്നാലേ ഏറാടിക്ക് മനസ്സിലാവൂ. ഇപ്പഴേ ഇവിടെ കൊണ്ടിടേണ്ട കാര്യമില്ല. ഇവിടെ ഉപേക്ഷിക്കാൻ പറ്റില്ല. ഇത് സിമിത്തേരിയാ. അപ്പൊ സൗകര്യമായില്ല. അയ്യോ വേണ്ട. പ്രേതങ്ങൾ വല്ലതും വന്ന് ഇവളെ കൊന്നിട്ട് പോയാൽ പോലീസിനടുത്ത് നമ്മൾ സമാധാനം പറയേണ്ടി വരും. പിന്നെന്ത് ചെയ്യും? ഒന്ന് ചെയ്താലോ? ഇവളെ ഇതിനകത്ത് തന്നെ ഇരുത്തിയിട്ട് നമുക്ക് ഈ വാൻ ഉപേക്ഷിച്ച് മുങ്ങിയാലോ? അത് കൊള്ളാം. ഒറ്റ അടി വെച്ചാൽ നടക്കാൻ വേണ്ടിയില്ല. ഐഡിയ കൊണ്ടുവന്നിരിക്കുന്നു. എന്റെ വെള്ളമടി കൂടുന്നുണ്ട്. നാക്ക് കുഴഞ്ഞു തുടങ്ങി. വേറെ എവിടെ കുഴയണം? എങ്ങനെയുണ്ട് സ്ഥലം? നല്ല ബെസ്റ്റ് സ്ഥലം. പ്രായപൂർത്തിയായ ഒരു പെണ്ണിനെ ഉപേക്ഷിക്കാൻ പറ്റിയ സ്ഥലം. ആരും ഇല്ലാത്തൊരു പാർക്ക്, വിശാലമായ ഒരു ബെഞ്ച്. കൊള്ളാം. സേഫ്റ്റിയുടെ പ്രോബ്ലം ഒരു പ്രോബ്ലം ഇല്ല. നീ ഒരു കാര്യം ചെയ്താൽ മതി. വെളുക്കുന്ന ഞാൻ എന്റെ പാട്ടിന് പോവും. നീ സെന്റിമെന്റ്സ് ഒന്ന് കാണിക്കാൻ പൊക്കെടുത്ത് അവിടെ കിടത്തണം. അവിടെ ഇപ്പടി എന്തൊരു വെയിറ്റ്. അല്ല പ്രിൻസേ, ഭയങ്കര തണുപ്പ്. അതല്ല, ആ കുട്ടി നേരം വെളുക്കുമ്പോ തണുത്ത് വിറച്ച് ഒരു പരുവത്തിലായി പോവും. അതാണ് പ്രിൻസ്. എടാ വലത്തെ കയറുത്, ഇടത്തെ കയറ, വലത്തെ കയറ, വലത്തെ കയറുത്. നീ ബട്ടിട്ട് ഓരോ നോക്കണം. വാ 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 വാ. കുറച്ചുകൂടെ ക്ലോറോഫോൺ എടുത്ത് മണപ്പിച്ചാലോ? വേണ്ടല്ലേ? വേണ്ട. ക്ലോറോഫോൺ
കിടന്ന് ഉറങ്ങിപ്പോയോ? ഓ, രാവിലെ ജോഗിങ്ങിന് വന്നിട്ട് ഉറങ്ങിപ്പോയതായിരിക്കും അല്ലേ? ഞാൻ പറഞ്ഞില്ലേ, വട്ട് കേസ് തന്നെ. ആന്റിക്ക് വീടില്ലേ? ആന്റി ഞങ്ങളുടെ വീട്ടിലേക്ക് വാ. വേണ്ട. വൻസത്തി ക്ഷമിച്ചു സാർ. എന്താ ഇത്? ഇത് വെള്ളക്കോഴിയാ, ആ. തൂക്കം പോരാഞ്ഞോണ്ടാ. ഇത് നാട്ടുകാരടുത്ത് മുഴുവൻ പോയി പറഞ്ഞു കൊടുക്കണം കേട്ടാ. നിനക്ക് നല്ല പിടക്കണ കരിമീൻ വേണ കഴിഞ്ഞ മാസം വാങ്ങിച്ചത്. എനിക്ക് വേണ്ട, പക്ഷേ കൊതിയുള്ളതെല്ലാം വായിക്ക് രുചിയായിട്ട് വാങ്ങിച്ച് കഴിച്ചോ? റെയിൽ പാളത്തിൽ ഒരു പെണ്ണിന്റെ ശവം ചതഞ്ഞറിഞ്ഞ് കിടപ്പുണ്ട്. എവിടെ? നമുക്ക് പോയി കാണാം. വേണ്ട, അവരിങ്ങോട്ട് വന്ന് കണ്ടോളും. പറഞ്ഞ ലക്ഷണം വെച്ച് നോക്കുമ്പോ അത് ആ പെണ്ണിന്റെ ആണെന്നാ തോന്നുന്നത്. ഞാനൊരു പാണിങ് തരാൻ വന്നതാ. ജാമ്യം കിട്ടുന്ന യാതൊരു ഹോപ്പും വേണ്ട. യോഗം ഉണ്ടെങ്കിൽ 10-14 വർഷം കഴിഞ്ഞ് കാണാം. നിന്നെ അവർ തൂക്കി കൊന്നില്ലെങ്കിൽ പാവ എന്റെ ഒരു സുഹൃത്തിന് ഈ ഗതി വന്നു പോയല്ലോ. ഞാൻ കൂടെ വരുന്നു. അയ്യോ പ്ലീസ്. ഒന്നും പറയണ്ട. സന്ധ്യക്ക് ഇറങ്ങിപ്പോയി പിറ്റേന്ന് രാവിലെ ഉറക്കച്ചറവോടെ കയറി വരുന്ന ജോലി എന്താണെന്നൊക്കെ എനിക്കറിയാം. അത്തരക്കാർക്ക് താമസിക്കാൻ ഇവിടെ ഇടപെടുന്ന കുട്ടി കരുതണ്ട. ഹോട്ടലല്ല ഇത്. വേഷം കണ്ട പറയില്ലല്ലോ ഇതാണ് ഉള്ളിലെ വേഷം കെട്ടെന്ന്. നല്ല കുടുംബത്തിൽ പിറന്ന വേറെയും പെൺകുട്ടികൾ ഇവിടെ പെയിൻ ഗസ്റ്റായി കഴിയുന്നുണ്ട്. ഇനി ഇവിടെ താമസിക്കാൻ പറ്റില്ല. ഇപ്പൊ അവിടെ നിന്ന് ഇറങ്ങിക്കോണം. കാറും വെട്ടിയൊക്കെ ആയിട്ട് വന്ന് കയറിപ്പോഴേ ഞാൻ കരുതി ഇത് ഇവിടെ ശരിയാവില്ലെന്ന്. എന്താണ് നോക്കി നിൽക്കുന്നത്? അത് കയറിപ്പോ. കുറെ നേരം നോക്കി നിൽക്കുന്നു. പ്രിൻസുഞ്ഞെ, ഒന്ന് താഴേക്ക് ഒന്ന് നോക്ക്. ആരാ വന്നതെന്ന് ആരെ? ഒന്ന് ചെന്ന് നോക്ക്. ഇയാൾ കളിപ്പിക്കാതെ കാര്യം പറയണോ? നമ്മുടെ ശാലുമോള്, ശാലിനി. ശാലിനിയാ? ഏത് ശാലിനി? ആ പ്രിൻസൂഞ്ഞ് വന്നോ? എത്ര നേരമായിട്ട് ശാലുമോള് കാത്തിരിക്കുന്നു. എന്റെ മുഖം ഓർമ്മയുണ്ടോ? ഞാൻ മറന്നിട്ടില്ല. അതെങ്ങനെ മറക്കാൻ? കുട്ടിക്കാലത്ത് രണ്ടുപേരും കൂടെ ആയിരുന്നല്ലോ കൂട്ട്. സദാശിവ. അതാരാ? അയ്യോ, അത് ഈ കുഞ്ഞിന്റെ കൂടെ നടക്കുന്ന ഒരു വിട്ടിയാ. ഇടയ്ക്കിടയ്ക്ക് വലിഞ്ഞേറി ഇവിടെ വരും. ഓരോ വകതരവില്ലാത്തവൻ. ശാലിനി, ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കണ്ടുമുട്ടില്ലെന്ന് വിചാരിച്ചു അല്ലേ? ആ മഞ്ഞത്ത് കിടന്ന് ഞാൻ മരിച്ചെന്ന് കരുതിയോ? ഇനിയുള്ള രംഗങ്ങൾ ഭീകരാക്കാൻ വേണ്ടിയാ 5 ഇന്ന് മുതൽ ശാലിനി ആയത്. തന്നെ ഞാൻ നക്ഷത്രക്കാലം എണ്ണിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ. രാത്രിക്ക് എന്താ സ്പെഷ്യൽ വേണ്ടത്? കുട്ടിക്ക് എന്താ ഇഷ്ടമെന്ന് വെച്ചാ പറഞ്ഞോളൂ. രാത്രിക്കുള്ള സ്പെഷ്യല് ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് ശരിയായിക്കോളാം. ഇപ്പൊ ശാലിനി മോളുവാ. ഞങ്ങൾക്ക് ഒരുപാട് സംസാരിക്കാൻ കുഞ്ഞാളെ കണ്ടല്ലേ. വാ. അത് ശരി, എല്ലാം കെട്ടിപ്പറക്കി എടുത്തോണ്ട് ഇങ്ങോട്ട് പോന്നിരിക്കാനല്ലേ? അതെ, കാശുള്ള ഒരു ചെറുപ്പക്കാരന്റെ വീട്ടിലെ ഷെൽട്ടർ എനിക്ക് ആവശ്യം. അതൊക്കെ പതുക്കെ എനിക്ക് ചെവിയേക്കാം. ഇപ്പൊ ഇവിടെ നിറയ്ക്കണം. പ്രിൻസ് ആരാണെന്ന് എനിക്ക് ശരിക്കും അറിയില്ല. ഈ വീട്ടിലെ എല്ലാവരെ കുറിച്ച് അറിയേണ്ടത് മുഴുവൻ അറിഞ്ഞിട്ട് അഞ്ചു ഇങ്ങോട്ട് വന്നത്. അറിയിക്കേണ്ടവർ മുഴുവൻ അറിയിച്ചിട്ടുണ്ട്. എന്തോന്ന് അറിയിക്കാം? മര്യാദയ്ക്ക് ഇവിടെ നിറയ്ക്കണം. ഇറങ്ങില്ലെങ്കിലോ? ഞാൻ പോലീസിനെ വിളിക്കും. പോലീസിനെ? അയ്യോ, വെറും പോലീസിനെ വിളിക്കുന്നത് മോശമല്ലേ? ഐജിമാരെയോ DIGമാരെയോ ഒക്കെ നമുക്ക് വിളിച്ചു വരുത്താം. എന്തിനെ? എന്തിനാ? ഒന്ന് ഓർത്ത് നോക്ക്. ഒന്നും ഓർക്കാനില്ല. എന്റെ ഓർമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. നിന്നെ കണ്ടിട്ട് കൂടിയില്ല. നീ ആരാ? അയ്യോ, ഓർക്കുന്നില്ല അല്ലേ? ഇല്ല. പേരും നാളും ചോദിച്ചിട്ട് നടു റോഡിൽ എന്നെ കാറിൽ ബലമായി തട്ടിക്കൊണ്ടുപോയത് ഓർമ്മയില്ലെന്നോ? കാറിൽ വെച്ച് താനും വേറൊരുത്തനും കൂടി എന്നെ മയക്കി മാനഭംഗപ്പെടുത്തിയത് മറന്നുപോയോ? മാനഭംഗോ? അതൊന്ന് ഭംഗം? ഏത് കാറാ, ഏത് റോഡ്, ആര് മയക്കി, ആര് മാനഭംഗപ്പെടുത്തി? നുണ പറഞ്ഞാൽ അതിനൊരു പിടുത്തം വേണം കേട്ടോ. ഇതൊക്കെ അങ്ങ് കോടതിയിൽ പറഞ്ഞാൽ മതി. എന്നെ പോലൊരു മാന്യം നിന്നെ തട്ടിക്കൊണ്ടുപോയി മാനഭംഗപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അങ്ങ് വിശ്വസിക്കാൻ പോവല്ലേ? എന്തോ തെളിവുണ്ട്?